ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെർഷൻ 5.5.0 എന്നുള്ള അപ്ഡേറ്റാണ് നമുക്കിനി ഇറക്കി വിടാൻ പോണ്. അപ്പോൾ മെയിനായിട്ട് ഇത് വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും പക്ഷേ വേൾഡ് കപ്പിൻ്റെ ഇവൻ്റായിട്ട് വരില്ല, അത് നമുക്ക് അപ്കമിങ് വീക്കിലാണ്. കാരണം നമ്മുടെ കൊണാമി ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണു. നെക്സ്റ്റ് വീക്ക് ഈ ഫുട്ബോൾ കണക്റ്റ് ഉണ്ടായിരിക്കും. സോ അതുവഴി ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരിക എന്നുള്ളതും കൂടി അവർ പറയണതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവരുടെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് കയറ്റിയിടും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും അതൊക്കെ ഇറക്കി വിടുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഷോർട്ട് ടൈം കാർഡ് അവർ ഈ വരുന്ന 28-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പറയായിരുന്നു. മറ്റ് സംഭവമില്ലേ, നമ്മുടെ കിമിച്ച്, ഡിലൈറ്റ്, നിക്കോറിൽ, പിന്നെ നമ്മുടെ തുർക്കിഷ് പ്ലെയറും. സോ ഈ 4 പേരുടെയും കാർഡ് നമുക്ക് നാളെ എടുക്കാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കളിയും കളിക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോയില്ല സാധനം. സോ അത് കംപ്ലീറ്റ് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും അതൊക്കെ കളിച്ച് എടുക്കാൻ സാധിക്കണമായിരിക്കും. അപ്പോൾ നിങ്ങളെ ഈ 4 ഉന്നം വെക്കേണ്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കേട്ടോ. ഞാനെന്തായാലും PC-യിൽ എടുക്കാൻ ചാൻസ് കൂടുതൽ കിമിച്ചിനായിരിക്കും, മൊബൈലിലും കിമിച്ച് തന്നെ ആയിരിക്കും, അതായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആ 4 പ്ലേയേഴ്സും നാളെ നമുക്ക് അവൈലബിൾ ആവും, ഫ്രീ ആയിട്ടൊരു ഷോർട്ട് ടൈം. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് കിട്ടണതായിരിക്കും സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് വേൾഡ് കപ്പിൻ്റെ കാര്യം തന്നെ സംസാരിക്കാം അല്ലേ. സോ വേൾഡ് കപ്പിൻ്റെ ഇവൻ്റായിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും അത് അവർ ഇറക്കി വിടുക, ജൂൺ 4-ന്. അപ്പോൾ IF കണക്ക് എന്തായാലും 3-ാം തീയതി ഉണ്ടായിരിക്കും. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇറക്കി വിടുക. പിന്നെ പറയുകയാണെങ്കിൽ ന്യൂ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് നാളെ നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. സ്മാർട്ട് ടെസ്റ്റ് അറിയാലോ, ഫിൽറ്ററിങ്. സോ അതവർ മുമ്പ് കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നതാ, പിന്നെ കൊണ്ടുവരുന്നില്ല. പിന്നെ കുറേ ക്യാമ്പയിൻ നടന്നതിനെതിരായിട്ട് അപ്പോൾ അവസാനം അവർ കൊണ്ടുവന്നു. ഇപ്പോൾ അല്ലെങ്കിൽ വിചാരിച്ചത് 2027 ഇറക്കി വിടുമ്പോൾ അത് കൊണ്ടുവരുള്ളൂ എന്നാൽ, പക്ഷേ ഇപ്പോൾ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും അത് അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് നല്ലൊരു കാര്യമായി. നാളെ മുതൽ സ്മാർട്ട് ടെസ്റ്റ് അവന്മാരെ സഹിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ റാങ്ക് പുഷൊക്കെ ചെയ്യണവർ കേട്ടോ. സാധാരണയായിട്ട് കളിക്കുന്നവർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്, അതില്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ റാങ്ക് പുഷിലൊക്കെ നല്ല സ്കോഡ് ഉണ്ടായിട്ടും അതിട്ട് കളിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ടൂർണമെൻറ്റ്സിലൊന്നും ഉപയോഗിക്കില്ല. പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി കുറേ പേര് ഇതിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ പേര് ഭ്രാന്തായിട്ട്, അത് കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് ചിലപ്പോൾ പറയാൻ മനസ്സിലാവില്ല, അത് കളിക്കുന്നവർക്ക് മനസ്സിലാവില്ല. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് നമ്മളത് പറയണതിന് എതിർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ മെയിനായിട്ട് വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ് തന്നെ അത് അടുത്ത വീക്കിൽ ഈ ഫുട്ബോൾ കണക്ട് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. അത് അടുത്താഴ്ച നോക്കാം. പിന്നെ പാക്സ് എന്തായാലും ഉണ്ടാവും. അവിടെ ബ്രസീൽ, അർജൻറ്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ഈ 4 പേരുടെയും ലോഗോയിൽ വരുന്നുണ്ട്. ഈ 4 രാജ്യങ്ങളിലെ പ്ലേയേഴ്സിൻ്റെ. സോ അവരുടെ 4 രാജ്യങ്ങളിൽ പാക്ക് എന്തായാലും അവൈലബിൾ ആയിരിക്കും. സോ കഴിഞ്ഞ തൊട്ട് നമുക്ക് അറിയാമല്ലോ, പോർച്ചുഗലിലെ വന്നായിരുന്നു, പിന്നെ നമ്മളുടെ ബ്രസീലിൻ്റെ, അർജൻറ്റീനയുടെ, നെതർലാൻഡ്സിൻ്റെ. സോ അങ്ങനെ കിടിലൻ പാക്സ് എല്ലാ രാജ്യങ്ങളിലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ റൂമറുള്ളത് നമ്മുടെ ബ്രസീലിൻ്റെ നാഷണൽ പാക്ക്, ബ്രസീൽ 2026 അത് ഒരു പാക്കിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളിപ്പോൾ റൂമർ പോലെ കണ്ടതാണ്. അപ്പോൾ ബ്രസീലിലെ നാഷണൽ ടീമിൽ വന്ന നെയ്മറിൻ്റെ ഒക്കെ എന്തായാലും ഒരു ബിഗ് ടൈം കാർഡായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. സോ കോൺസെപ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇപ്രാവശ്യം വിചാരിക്കുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും വന്നിട്ട് നമുക്ക് എന്തായാലും കാണാം. പിന്നെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പാക്സിൻ്റെ കുറച്ച് റൂമേഴ്സ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്പെയിൻ്റെ 2010 വേൾഡ് കപ്പിൻ്റെ ഒരു റൂമർ, അതൊക്കെ തന്നെയാണ് വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് എനിക്ക് റൂമറായിട്ട് കാണുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന പ്ലെയർ ഓഫ് ദി വീക്ക്. സോ പ്ലെയർ ഓഫ് ദി വീക്ക് ഇപ്പോൾ 3 പേരുടെ പിക്ക് അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ക്ലബ് ലെജൻഡ് പറഞ്ഞിട്ടാണ് അവർ പിക്ക് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലബ് ലെജൻഡ് നമുക്ക് ആ രാജ്യങ്ങളുടെ ഫ്ലാഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കാന്ന്. ഒരു നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാർഡോ സിൽവ. സോ സിൽവ ഈ സീസൺ കഴിയുന്നതോടുകൂടി ഇതിൽ വിടുകയാണ്, സിറ്റി വിടുകയാണ്. അപ്പോൾ മൂപ്പരുടെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കർവഹാൾ, റയൽമാൻ്റെ കർവഹാൾ. സോ ആൾക്ക് സ്പെഷ്യൽ ത്രൂ പാസിംഗ് എന്ന് പറഞ്ഞ സ്കില്ലോട് കൂടിയിട്ടാണ് വരുന്നത്. സോ കർവഹാൾ റയൽ വിടുകയാണ്. പിന്നെ നമ്മളുടെ ലെവൻഡോസ്കി ബാഴ്സലോണ ഇടുക. സോ ലെവൻഡോസ്കിയുടെ കാർഡും വരുന്നുണ്ട്. സോ ഈ 3 കാർഡും കൺഫേം ആയിട്ടുണ്ട്. സോ അതിന് പുറമെ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള പ്ലേസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മുടെ മഡൂക്ക വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ പൗളോ ഡിബാല, അർജന്റീന ടീമിക്ക് ആൾക്ക് കോളപ്പ് കിട്ടിയിട്ടില്ല. വെട്ടി കുറച്ച പ്ലെയർ ലിസ്റ്റ് ഇനി 30-ാം തീയതി വിടുക. ബട്ട് 50 വരെ ലിസ്റ്റ് വന്നില്ല, അതിലൂരും ഇല്ല ഡിബാലെ. സോ ഡിബാല പക്ഷേ 2 അസിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ആഴ്ച. അത് കിടില ഒരു അസിസ്റ്റ്, ബാക്കിലോണ്ട് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. മൂപ്പര കിടില സാധനമായിരുന്നു. സോ മൂപ്പരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വാക്കിൻസ് 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് സിറ്റിയുടെ ഒപ്പം. എന്തായാലും ഞാൻ പറഞ്ഞു കരുത് ആഴ്സണൽ എന്തായാലും കപ്പടിക്കും, ഒരു 4 പോയിന്റിന് കപ്പടിക്കും. ഇതിപ്പോൾ 7 പോയിന്റ് കപ്പടിച്ച് എന്താ ചെയ്യുക.
പിന്നെ നമ്മളുടെ ബോവൻ. സോ ബോവൻ ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ട്, ചെങ്ങായി അടിപൊളിയാണ്. പിന്നെ കറവഹാൾ ഒരു അസിസ്റ്റ് ഉണ്ട്. പിന്നെ ലൂയിസ് സുവാരസ് ഹാട്രിക് അടിച്ചിരുന്നു. നമ്മുടെ മെസ്സിക്ക് ചെറുതായിട്ടൊരു ഇഞ്ചുറി വെച്ച് വലിയ സീരിയസ് ഒന്നുമില്ല, അത് കുഴപ്പമില്ല. സോ ചെങ്ങായി 3 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഡോർഗു എത്ര ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ട്. പിന്നെ പെരസ് ഒരു 2 ഗോൾ ഒരു അസിസ്റ്റ് പറഞ്ഞിട്ടൊരു വരുന്നുണ്ട്. പിന്നെ അവിടെ കോമോൻ്റെ ഒരു പ്ലെയർ റൂക്കസ് ഡി കാനോ ഉണ്ട്. സോ ചെങ്ങായി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു പ്ലേസും ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് റൂമറായിട്ട് കാണിക്കണം കേട്ടോ മെയിനായിട്ട്. പിന്നെ വേറൊരു റൂമറും കൂടി ഉണ്ട്, അത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഗബ്രിയൽ ജീസസിൻ്റെ ഒക്കെ. സോ അത് ഞാൻ ഫോട്ടോയോട് കാണിക്കുന്നുണ്ട്. ഹോയിലൻഡ്, ഗബ്രിയൽ ജീസസ്, പിന്നെ തിയാഗോ പിച്ചിച്ച്, അതൊക്കെ തന്നെ റൂമർ പോലെ നമുക്ക് കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഷോർട്ട് ടൈമിൻ്റെ. അപ്പോൾ ഇനി ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉള്ള പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ സീസൺ ബെസ്റ്റിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആ പാക്ക് തന്നെ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. സോ അതിൽ നമ്മുടെ ഡെക്ലാൻ റൈസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഫിനോൽ പാസ് പ്ലസ് റൈസ് ലോങ് റീ ടാക്കിൾ. പിന്നെ സലീബ. ചിലപ്പോൾ ഇവിടെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് ബെസ്റ്റ് പ്ലെയറാണ് പ്രീമിയർ ലീഗത്തെ പ്രാവശ്യത്തെ. അപ്പോൾ മൂപ്പർ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ് അടിച്ചു ടോപ്പ് അസിസ്റ്റിൽ ഈ ഫുട്ബോളിൽ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഒരു സീസണിൽ. സോ ചെങ്ങായിക്ക് അതിൻ്റെ റെക്കോർഡ് കിട്ടി. അപ്പോൾ ആളുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇതിൽ നമ്മുടെ ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീ ട്രാക്കിലായിട്ട് നമ്മളുടെ സെലിബിയാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ റയാൻ ചെറുക്കി ഫിനോൽ പാസ് പ്ലസ് മാഗ്നറ്റിക് ഫീച്ച് ആയിട്ടാട്ടോ. അപ്പോൾ ഈ 3 കാർഡ്സാണ് നമുക്ക് നാളെ അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഏകദേശം കൺഫേം തന്നെയാണ്. ചിലപ്പോൾ അത് ബ്രൂണോ വന്നു വരാം ഇതിൽ. ഓക്കെ, ബ്രൂണോ വരികയാണെങ്കിൽ പോയി ആഴ്സണലിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ മാറ്റും, എന്തായാലും അത് ഷുവറാണ്. അപ്പോൾ നാളത്തെ പാക്കിൻ്റെ ഒരു റൂമർ പറയുന്നത് ഇതാട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിനി ക്ലബിൻ്റെ പാക്കുകൾ മെയിനായിട്ട് ആഴ്സണൽ, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ 3 ടീമിൻ്റെയും പാക്ക് ചിലപ്പോൾ അവൈലബിൾ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ടീമിന് എന്തായാലും അവൈലബിൾ ചാൻസ് ഉണ്ട്. അത് സാധ്യമായിരിക്കും വെച്ചാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി പോലത്തെ ഒരു സ്പെഷ്യൽ കാർഡ് അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് മാനേജർ പാക്ക്. സോ മാനേജർ പാക്ക് എന്തായാലും അവൈലബിൾ ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ അലക്സ് ഫെർഗൂസൻ്റെ ഇത് മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ ഫുട്ബോൾ ഈ അടുത്തൊരു ട്വീറ്റ് നടത്തിയായിരുന്നു, അറ്റാക്ക് വിൻ ഗെയിംസ് ഡിഫൻസ് വിൻ ടൈറ്റിലും ഉണ്ട്. സോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ ഫുട്ബോളിൽ ഇനി ഒരു മാനേജർ പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്ലോട്ട് അവർ അവൈലബിൾ ആക്കി ഇട്ടായിരുന്നു, നമുക്കറിയാലോ. സോ ഡാറ്റ ബേസിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ലിങ്കപ്പ് മാനേജർ ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷൂട്ടിങ് കണ്ടപ്പോൾ അലക്സ് ഫെർഗൂസൻ വരാൻ ഒരു ചാൻസ് ഉള്ള പോലെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും വരുമ്പോൾ തന്നെ അറിയാം, നാളെ ആയിരിക്കും സംഭവം എന്തായാലും എത്തുക. മാനേജർ പാക്ക് എന്തായാലും നാളെ അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും അവർ. സോ നോക്കി നോക്കാം, നല്ലൊരു സാധനം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതിന് പുറമെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മൗറീനോ, ആർസെന വെംഗർ, അങ്ങനെ കുറച്ച് റൂമേഴ്സ് അവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഗ്യാസ്പ്രീനി, അങ്ങനെ കുറച്ചൊക്കെ റൂമേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഇതിലില്ല. പിന്നെ എല്ലാ റൂമർ പാക്കുകളാണ് വേൾഡ് കപ്പിൻ്റെ. റൊണാൾഡോ, മെസ്സി ഇതെല്ലാം അയച്ചിട്ടുണ്ടല്ലോ, വിദ്യ പറയില്ല. ഓക്കെ, സോ അങ്ങനെ കുറച്ച് റൂമർ പാക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കാം, എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. മെയിനായിട്ട് നാളേക്ക് ഇംഗ്ലീഷ് ലീഗിൻ്റെ ഇത് സീസൺ ബെസ്റ്റിൻ്റെ ഒരു പാക്ക് വരും. പിന്നെ സ്മാർട്ടസ്റ്റിൻ്റെ ഫിൽറ്റർ, ഇത് രണ്ടാണ് നാളെ നമ്മൾ മെയിനായിട്ട് നോക്കിക്കാണുന്ന സംഭവം. എന്തായാലും നോക്കാം. പിന്നെ വേൾഡ് കപ്പിൻ്റെ ഇവൻറ്റും പാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയായിരിക്കും അവൈലബിൾ ആവും. അത് കൺഫേം ആട്ടോ, നമ്മുടെ ഈ ഫുട്ബോൾ കണക്റ്റ് കഴിഞ്ഞിട്ട്. അതായത് അടുത്ത ബുധനാഴ്ച ഈ ഫുട്ബോൾ കണക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും അത് അവൈലബിൾ ആവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.